14ാമത് ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപ്പോലീത്ത സ്മാരക പ്രഭാഷണം നടത്താനുള്ള ക്ഷണം, അങ്ങനെ ക്ഷണിക്കപ്പെട്ടത് ഒരു വലിയ അംഗീകാരമായി, ആദരവായി, വളരെ വിനയത്തോടുകൂടി ഞാനതിനെ കണക്കാക്കുകയാണ്. കാരണം ഇവിടെ അഭിവന്ദ്യ തിരുമേനി തന്റെ പ്രഭാഷണത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെയും ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കെല്ലാം പരിചയമുള്ളതുപോലെയും നാം ഇന്ന് അനുസ്മരിക്കുന്ന ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപ്പൊലീത്ത, ആ വലിയ തിരുമേനിയുടെ ആത്മീയ ഔന്നത്യവും അസാമാന്യമായ വ്യക്തിപ്രഭാവവും ധിഷണാശക്തിയും അറിവും അലിവും ഇണങ്ങിച്ചേർന്ന് വളരെ ആകർഷകമായിട്ടുള്ള വ്യക്തിത്വവും അദ്ദേഹത്തെ തികച്ചും അസാധാരണനായ ഒരു വ്യക്തിയാക്കി നമ്മുടെ എല്ലാം ഓർമ്മകളിൽ എന്നും നിലനിർത്തുന്നുണ്ട്. ആ ഒരു ധന്യമായ സ്മരണയ്ക്ക് മുമ്പിൽ വളരെ വിനയപൂർവ്വം ഞാൻ എന്റെ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊള്ളട്ടെ. അദ്ദേഹത്തെപ്പറ്റി വായിച്ചും മറ്റുള്ളവരോടൊക്കെ സംസാരിച്ചുമൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇങ്ങനെ ഓർക്കുമ്പോൾ, ഈ പ്രഭാഷണം നടത്താൻ ഞാനിവിടെ നിൽക്കുമ്പോൾ എന്റെ മനസ്സിൽ മഹാകവി കുമാരനാശാന്റെ 2 വരികൾ ഓർമ്മ വരികയാണ്. അത് ഒരുപക്ഷെ ഈ സന്ദർഭത്തിന് വേണ്ടി അദ്ദേഹം എഴുതിയതാണോ എന്ന് പോലും ചിലപ്പോൾ തോന്നിപ്പോകും. ഇത്ര ധന്യത തികഞ്ഞു കാൺമതിൽ അത്ര നൂനം ഒരു സാർവഭൗമനിൽ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത്ര ധന്യത തികഞ്ഞു കാൺമതിൽ അത്ര നൂനം, അത്ര ഉറപ്പാണ്, ഒരു സാർവഭൗമനിൽ പോലും, ഒരു ചക്രവർത്തിയിൽ പോലും ഇത്ര ധന്യത തികഞ്ഞു കാണുകയില്ല. അങ്ങനെയുള്ളൊരു ധന്യാത്മാവിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ പ്രണാമങ്ങൾ അർപ്പിക്കുവാനും അദ്ദേഹത്തിന്റെ നാമധേയം നമ്മുടെ മനസ്സിൽ ഉണർത്തുന്ന ആ ഒരു മൂല്യ സങ്കല്പങ്ങളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുവാനും അല്ലെങ്കിൽ നമുക്ക് സ്വയം ഓർക്കുവാനും എല്ലാമുള്ളൊരു അവസരമായി മാത്രമേ ഈ ഒരു സ്മാരക പ്രഭാഷണത്തെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇത്രയും മഹനീയമായിട്ടുള്ള ഒരു ദൗത്യം എന്നെ ഏൽപ്പിച്ചത് ഏറ്റവും ബഹുമാന്യനായ ജോസഫ് മാർ ബാർണബാസ് തിരുമേനിയാണ്. അദ്ദേഹം എന്നെ എന്ത് കണ്ടിട്ടാണ്, എന്ത് വിശ്വസിച്ചിട്ടാണ് എന്നോട് ഇത് ചെയ്യാൻ പറഞ്ഞത് എന്നെനിക്ക് അറിഞ്ഞുകൂടും. അദ്ദേഹത്തിന്റെ ധീരത വളരെ വലുതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം ധൈര്യശാലിയായിരിക്കും. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഗതി അതിനുവേണ്ടി എന്നെ വിളിച്ച് ഇത് ഏൽപ്പിച്ചത് പിന്നെ ഞാൻ വിചാരിക്കുന്നത് ഒരു ദൈവനിശ്ചയമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ഈ ഒരു അവസരത്തിന് ഞാൻ ഏറ്റവും കൃതജ്ഞനായിരിക്കും. ഈ ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇട്ടുകൊടുത്ത ദൈവത്തിന് എന്റെ നന്ദി ഞാൻ പറയുകയാണ്. കാരണം നമ്മുടെ അനുസ്മരിക്കുന്ന തിരുമേനിയെക്കുറിച്ച് ചിന്തിക്കുവാൻ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെപ്പറ്റി കുറച്ച് വായിക്കുവാനും പഠിക്കുവാനും എല്ലാം ഇതൊരവസരമായി എന്നെ സംബന്ധിച്ച്. അതുകൊണ്ട് ഈ പ്രഭാഷണം കേൾക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകും എന്നൊന്നും ഞാൻ അവകാശവാദങ്ങൾ പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ പോലും എനിക്ക് ലേശം ഗുണമുണ്ട് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. പിന്നെ ഞാൻ ഒരു സ്വയം ന്യായീകരണം കണ്ടത്, ഒരു ക്രിസ്തീയ അന്തരീക്ഷത്തിൽ വളർന്ന ഒരു ഹൈന്ദവനാണ് ഞാൻ സ്ഥിരമായി പറയുന്നുണ്ട്, ഞാൻ ഈ മലങ്കര കത്തോലിക്ക സഭയിലെ അംഗമാണ് എന്ന് ഞാൻ പറയുന്നു. അംഗത്വമൊന്നുമില്ലെങ്കിൽ ഞാൻ അവിടെയാണ് വളർന്നത്. ഞാൻ തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിലാണ് പഠിച്ചത്. അതിനു മുമ്പ് അവിടെ സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു സ്കൂളുണ്ട്, സെന്റ് ഗൊരേറ്റി സ്കൂള്, ബഥനി സിസ്റ്റേഴ്സ്. ഞാൻ 5ാം ക്ലാസ് മുതൽ എന്റെ BSc തീരുന്നത് വരെ ഈ സ്ഥാപനങ്ങളിൽ വളർന്നയാളാണ്. ഇടയ്ക്കൊരു 3 വർഷം ജസ്യൂട്ട് ഫാദേഴ്സിന്റെ സെന്റ് ജോസഫ്സിലും പോയി. അങ്ങനെ ഒരു ക്രിസ്തീയമായ അന്തരീക്ഷത്തിൽ വളരാനും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആ ഒരു മൂല്യബോധം, ആ ഒരു അന്തരീക്ഷം മനസ്സിലേക്ക് പകർത്താനും വളരെ ആദരണീയരായിട്ടുള്ള എന്റെ അധ്യാപികമാരും അധ്യാപകരുടെയും ഒക്കെ ഒരു അന്തരീക്ഷത്തിൽ അങ്ങനെ ഒരു വ്യക്തിത്വത്തിന് എന്തോ ഒരു മൂല്യബോധത്തിന്റെ ഒരു അടിസ്ഥാനം ഇടാനുമെല്ലാം ഈ സ്ഥാപനങ്ങളിലെ ജീവിതം എന്നെ സഹായിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ എപ്പോഴും എന്നെ ഞാനാക്കിയതെന്നൊക്കെയുള്ളൊരു ക്ലീശയാണ്. എനിക്ക് ഗുണം ചെയ്ത ഈ സ്ഥാപനങ്ങളുടെ അധ്യാപകരോട് ഏറ്റവും നന്ദിയോടുകൂടി മാത്രമേ ഞാൻ അവരെപ്പറ്റി അനുസ്മരിക്കാറുള്ളൂ. ഏറ്റവും പ്രധാനമായി എനിക്ക് തോന്നിയത്,
ആ സ്ഥാപനങ്ങളിലൊക്കെ പഠിച്ച് ജീവിക്കുമ്പോഴൊക്കെ ഒരു ഹിന്ദുവായി ജീവിച്ചുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ മനസ്സിലാക്കുവാനും ക്രിസ്തു മതത്തെ മനസ്സിലാക്കുവാനും സഭയെ മനസ്സിലാക്കുവാനും എല്ലാമുള്ള ഒരു പരിശീലനം എനിക്ക് ലഭിച്ചു എന്നുള്ളതാണ്. ഞാനൊരു ക്രിസ്തു മതത്തെ മനസ്സിലാക്കുന്നതിനോ ക്രിസ്തുവിനെപ്പറ്റി മനസ്സിലാക്കുന്നതിനോ എന്റെ മതം എനിക്ക് തടസ്സമായില്ല. എന്ന് മാത്രമല്ല, ഇരുമതങ്ങളെയും ഭംഗിയായി മനസ്സിലാക്കുവാൻ, ഭംഗി എന്നുള്ള വാക്ക് ആപേക്ഷികമാണ്, എന്നാൽ കഴിയും വിധം ഭംഗിയായി മനസ്സിലാക്കുവാനും ഈ ജീവിതം എന്നെ സഹായിക്കുകയും ചെയ്യും. അങ്ങനെ ഞാൻ ഈ സ്ഥാപനങ്ങളിൽ നിന്ന് നേടിയ അല്ലെങ്കിൽ ഞാൻ ആർജിച്ച ഒരുപാട് കടപ്പാടുകളുണ്ട്. ഈ സ്ഥാപനങ്ങളോടുള്ള എന്റെ കടപ്പാടുകൾ ഔദ്യോഗികമായ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും അനുവർത്തിക്കുവാൻ, എന്റെ പ്രവർത്തനങ്ങളിൽ ആ മൂല്യബോധം കുറച്ചെങ്കിലുമൊക്കെ പ്രതിഫലിപ്പിക്കുവാൻ ബോധപൂർവം ശ്രമിച്ചിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഈ സ്മാരക പ്രഭാഷണത്തിന് ഇവിടെ നിൽക്കാൻ എനിക്ക് അർഹതയുണ്ട് എന്ന് ഞാൻ സ്വയം വിചാരിക്കുകയാണ്. വലിയ തിരുമേനിയെപ്പറ്റി ഞാൻ ഇനി പ്രത്യേകമായി എന്തെങ്കിലും പറയേണ്ട കാര്യമില്ല. ആത്മീയതയുടെ വെളിച്ചം എന്നത്, അഥവാ ആത്മീയത എന്നത് താനും ഈശ്വരനുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി മാത്രമല്ല എന്നും, ആത്മീയതയുടെ വെളിച്ചം സമൂഹത്തിലെ ഏറ്റവും ആവശ്യമുള്ള ആളുകൾക്ക്, ഏറ്റവും ഇരുട്ടിൽ കിടക്കുന്നവർക്ക്, ശബ്ദമില്ലാത്തവർക്ക്, അവഗണിതരായി കിടക്കുന്നവർക്ക്, ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ പ്രാന്തവൽക്കരിക്കപ്പെട്ടവർക്ക്, അവരുടെ മേലാണ് എന്റെ കാരുണ്യം, എന്റെ കർമ്മം അവിടെയാണ് എത്തേണ്ടത് എന്ന തിരിച്ചറിവിൽ നിന്ന് ഏറ്റവും ചൈതന്യവത്തായിട്ടുള്ള ഒരു കർമ്മകാന്ഡം തന്റെ ജീവിതം കൊണ്ട് രചിച്ചുപോയ തിരുമേനിയാണ്. ആത്മീയതയുടെ സാമൂഹിക വശത്തെപ്പറ്റി ഒരുപക്ഷെ സഭയെയും കേരളത്തെയും ബോധ്യപ്പെടുത്താനും അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ട് സാധിച്ചു. വിവിധ മതങ്ങളുടെ സാരാംശം ഉൾക്കൊള്ളുവാനും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്നും പരസ്പര വിരുദ്ധമല്ല എന്നും ഒരു പരിധിവരെ പരസ്പര പൂരകങ്ങളാണ് എന്നുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുവാൻ ഉള്ള ആത്മീയ നേതൃത്വവും ആത്മീയ ധൈര്യവും കാണിച്ച തിരുമേനിയാണ്. ഒരർത്ഥത്തിൽ തിരിച്ചു നോക്കുമ്പോൾ അതുതന്നെയാണല്ലോ യേശുവും ചെയ്തത് എന്ന് നമുക്ക് തോന്നിപ്പോകും. ഏറ്റവും വമ്പന്മാരുടെയും സമൂഹത്തിൽ സ്വാധീനമുണ്ടായിരുന്ന ആളുകളുടെയും കാലഘട്ടത്തിൽ രാഷ്ട്രീയ അധികാരവും മതത്തിന്റെ അധികാരവുമെല്ലാം ജനജീവിതത്തെ ദുസ്സഹമാക്കിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ ദുഃഖമേറ്റുവാങ്ങിയ, അല്ലെങ്കിൽ ആ ചൂഷണത്തിന് വിധേയരായിട്ടുള്ള, സംരക്ഷിക്കുവാൻ ആരുമില്ലാത്തവരുടെ ശബ്ദമായി തീർന്ന രക്ഷകനാണല്ലോ യേശു. അതുകൊണ്ട് അഭിമന്യ തിരുമേനിയുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്നത് ആ ആദിമമായിട്ടുള്ള, ആ മഹോന്നതമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ആധുനിക കാലഘട്ടത്തിന്റെ പകർപ്പ് തന്നെയാണ് എന്ന് നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും. ക്രിസ്ത്യാനിറ്റി ഇൻ ആക്ഷൻ. യേശുവിന്റെ ജീവിത സന്ദേശം തന്റെ പ്രവർത്തനങ്ങളിലൂടെ തന്നെ അദ്ദേഹം കാഴ്ചവെച്ചു എന്നതാണ് അഭിമന്യ തിരുമേനിയെ അനശ്വരനാക്കി തീർക്കുന്നത്. വാസ്തവത്തിൽ അദ്ദേഹം ഭഗവത്ഗീതയിലാണ് PhD ചെയ്തത് എന്നുള്ളത് കൗതുകകരമായ വസ്തുത എന്നുള്ളതല്ല, അതിനേക്കാൾ കൂടുതൽ ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള ഒന്നാണ്. സാധാരണ പറയാറുണ്ട്, സത്യം ഏകം വിപ്ര ബഹുധാ വദന്തി. സത്യമൊന്നേ ഉള്ളൂ, അതിനെ വിപ്രന്മാർ, അറിവുള്ളവർ പല രീതിയിൽ വ്യാഖ്യാനം ചെയ്യുന്നു എന്ന് മാത്രം. ലോകത്തുള്ള എല്ലാ മതങ്ങളും ഒരു ആചാര്യന്റെ ആത്മീയമായിട്ടുള്ള മിസ്റ്റിക് അനുഭവത്തിൽ നിന്നാണ് ഉണ്ടായി വരുന്നത്. ഇസ്ലാം മതമായാലും ശരി, ക്രിസ്തു മതമായാലും ശരി, ഇവിടെ ഹിന്ദുമതം എന്നൊരു മതമുണ്ടോ എന്നറിഞ്ഞുകൂടെങ്കിൽ പോലും ഇവിടുത്തെ ഉപനിഷത്തുകളും വേദങ്ങളും എല്ലാം തന്നെ അത്തരത്തിലുള്ളൊരു മിസ്റ്റിക് അനുഭവത്തിൽ നിന്ന് അറിവാർന്ന സത്യങ്ങളാണ് അതിനകത്ത് ശേഖരിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ ആത്യന്തികമായി മനുഷ്യ നന്മയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള, മനുഷ്യനിലെ ഈശ്വരാംശത്തെ പുറത്ത് കൊണ്ടുവരാനുള്ള മഹനീയമായിട്ടുള്ള ദൗത്യം തന്നെയാണ് എല്ലാ ആത്മീയ ആചാര്യന്മാരും എല്ലാ മതങ്ങളും ആത്യന്തികമായി ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യനെ
എന്താണ് ഞാനിവിടെ സംസാരിക്കുന്ന വിഷയം എന്നൊക്കെ എന്നോട് ചോദിച്ചപ്പോൾ അതൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അത് എനിക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, എങ്കിലും ഒരു ധൈര്യമില്ലാത്തത് കൊണ്ടും കൂടിയാണ് അങ്ങനെ പറയുന്നത്. ഞാനപ്പോൾ ഇന്ന് തിരുമേനിയെപ്പറ്റി ഇത്രയൊക്കെ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു വിഷയം ആത്മീയ മൂല്യങ്ങൾ പ്രായോഗിക ജീവിതത്തിൽ എന്ന ഒരു വിഷയത്തെപ്പറ്റി എന്റെ ചില വിചാരങ്ങൾ പങ്കുവയ്ക്കാം എന്ന് മാത്രമാണ്. ഇവിടെ ഇരിക്കുന്ന വൈദികരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രായോഗിക ജീവിതമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടുമുണ്ട്. കുടുംബജീവിതമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, പ്രായോഗികമായിട്ട് മനുഷ്യരോടൊപ്പം ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം, എല്ലാവരെ സംബന്ധിച്ചിടത്തോളവും നമ്മുടെ ആത്മീയമായിട്ടുള്ള മൂല്യങ്ങൾക്ക്, ആത്മീയമായിട്ടുള്ള സാധനയ്ക്ക്, ആത്മീയമായിട്ടുള്ള അവബോധത്തിന് ഈ ജീവിതത്തിൽ മനുഷ്യരുടെ ഇടയിൽ എന്ത് സാങ്കത്യമാണ്, അഥവാ ആത്മീയ മൂല്യങ്ങൾ പ്രായോഗിക ജീവിതത്തിൽ എന്ത് സ്ഥാനം അവയ്ക്ക് എന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തുവാനോ അന്വേഷിക്കുവാനോ മാത്രം ഞാൻ അടുത്ത ഒരു 10, 15, 20 മിനിറ്റ് വിനിയോഗിക്കാം എന്ന് വിചാരിക്കുകയാണ്. പൊതുവായ ഒരു ധാരണയുണ്ട്, ഈ സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറയുന്നത്, ആത്മീയത എന്ന് പറയുന്നത് ജീവിതത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവർക്ക്, ഹിന്ദു ഫിലോസഫിയിൽ പറഞ്ഞാൽ വൈരാഗ്യം, രാഗമില്ലാത്ത അവസ്ഥ, ജീവിതത്തോടങ്ങനെ ആസക്തിയില്ലാത്ത, അതിൽ നിന്നൊക്കെ വിരക്തനായി നിൽക്കുന്ന അവസ്ഥയിൽ മാത്രമേ ആത്മീയതയ്ക്ക് പ്രാധാന്യമുള്ളൂ എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. മറ്റൊന്ന് പറയും, ഈ ആത്മീയത അല്ലെങ്കിൽ അതൊക്കെ പറയുന്നത് അതൊക്കെ ഇനി കുറച്ച് വയസ്സാവട്ടെ, അപ്പൊ ഞാൻ ഇത്തിരി ആത്മീയമൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാം, ഞാനൊന്ന് ജീവിതം അങ്ങ് ജീവിക്കട്ടെ, ഇതെല്ലാം കഴിഞ്ഞ് പോകാറാവുമ്പോൾ കുറച്ച് ആത്മീയ പരിശുദ്ധിയോടുകൂടിയൊക്കെ ജീവിക്കുന്നതിൽ വലിയ വിരോധമൊന്നുമില്ല എന്ന് പറയുന്നവരും കുറവല്ല. അപ്പൊ ആത്മീയതയെപ്പറ്റി സംഗതിയൊക്കെ കൊള്ളാം, പക്ഷെ ഇപ്പൊ പറ്റുകയില്ല, പ്ലീസ് വെയിറ്റ്, ഞാനൊന്ന് വയസ്സാവട്ടെ, അപ്പൊ നമുക്ക് ഇത്തിരി ആത്മീയ ജീവിതം നയിക്കാം എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ കുറവല്ല എന്ന് നമുക്ക് ആലോചിക്കണം. പ്രായോഗിക ജീവിത വിജയങ്ങൾക്ക് ഈ ആത്മീയ മൂല്യങ്ങൾ കൊണ്ട് എന്താണ് പ്രയോജനം എന്നാണ് നിശബ്ദമായി ഓരോ മനുഷ്യനും ചോദിക്കുന്നത്. തിരുമേനിമാരോടൊന്നും നേരിട്ടാരും ചോദിക്കുകയില്ല, പക്ഷെ ഉള്ളിലുണ്ട്. ഇതുകൊണ്ടൊക്കെ ഇപ്പോ നമ്മുടെ ജീവിതത്തിൽ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇതുകൊണ്ട് വല്ല പ്രയോജനവുമുണ്ടോ എന്നൊക്കെ ചിന്തിക്കാത്ത ഒരു മനുഷ്യരുമില്ല. അത് മനുഷ്യ സഹജമാണ്. പക്ഷെ ഈ ധാരണയുടെ വൈകല്യം, ആത്മീയത എന്നത് മറ്റെപ്പോഴോ ഉള്ളതാണ് എന്നും അല്ലെങ്കിൽ മറ്റൊരു ലോകത്ത് ചെല്ലുമ്പോൾ ഉള്ളതാണെന്നോ, ജീവിതത്തിന്റെ സായാഹ്നത്തിൽ നമുക്ക് പിന്തുടരേണ്ട പാതയാണോ എന്നൊക്കെയുള്ള വിചാരങ്ങൾ, അഥവാ ഇതിനൊന്നും യാതൊരു പ്രായോഗിക മൂല്യവുമില്ല എന്നുള്ള ഒരു ധാരണ, പറഞ്ഞോ പറയാതെയോ നമ്മളിൽ ഉള്ള ഈ ഒരു വിചാരം അല്ലെങ്കിൽ ഒരു ആശങ്ക, അത് വാസ്തവത്തിൽ ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂനതയും വൈകല്യവുമായി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആത്മീയ മൂല്യങ്ങളെ ജീവിതത്തിന്റെ കേന്ദ്രത്തിൽ പ്രതിഷ്ഠിക്കാൻ നമുക്ക് സാധിക്കാതെ പോയതാണ് ഇന്ന് നാം ഈ സമൂഹത്തിൽ കാണുന്ന ഒരുപാട് പ്രശ്നങ്ങളുടെ ഏറ്റവും രൂഢമൂലമായിട്ടുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡയഗ്നോസിസ് നമ്മൾ നടത്തിയാൽ ഈ ആത്മീയ മൂല്യങ്ങൾക്ക് പ്രായോഗിക ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ ഒരു പ്രസക്തിയുമില്ല എന്ന് നമ്മൾ അങ്ങ് വിശ്വസിക്കാൻ തുടങ്ങിയതോടുകൂടി പിന്നെ എന്തുമാകാം എന്നുള്ളൊരു സ്ഥിതി സംജാതമായിരിക്കുന്നു. അതിനെപ്പറ്റിയാണ് എല്ലാ മതങ്ങളും വാസ്തവത്തിൽ ലക്ഷ്യമിടുന്നത്. അത് ബുദ്ധമതമായാലും ശരി, ഹിന്ദുമതമായാലും ശരി, ക്രിസ്തീയ മതമായാലും ശരി, എല്ലാ മതങ്ങളും, ലോകത്തുള്ള എല്ലാ മതങ്ങളും മനുഷ്യന്റെ സന്തോഷത്തോടു കൂടിയിട്ടുള്ള ജീവിതം ഉറപ്പാക്കുക എന്നുള്ളത് മതത്തിന്റെ ഒരു ലക്ഷ്യം തന്നെയാണ്. കാരണം ഈ ജീവിതത്തിൽ കഷ്ടപ്പാടുകളെല്ലാം ഉണ്ടാവുകയും ഇനി എപ്പോഴെങ്കിലുമാണ് നമുക്ക് സ്വർഗരാജ്യം വരികയും എന്ന് പറഞ്ഞാൽ ആ മതം ആരും വിശ്വസിക്കുകയില്ല. അപ്പം മനുഷ്യന്റെ ആത്യന്തികമായിട്ടുള്ള നന്മയോട് കൂടിയിട്ടുള്ള, സന്തോഷത്തോടു കൂടിയിട്ടുള്ള ജീവിതം മതങ്ങളുടെ ലക്ഷ്യമല്ല എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. ബുദ്ധനത് ആവർത്തിച്ചു പറയുന്നുണ്ട്. എല്ലാ ജീവികളുടെയും അവരുടെ സഹജമായിട്ടുള്ള വാസന തന്നെ സന്തോഷത്തോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ്. ഹാപ്പിനെസ് ആണ് നമ്മളുടെ എസെൻഷ്യൽ സ്റ്റേറ്റ് ഓഫ് ബീയിങ്. നമ്മൾ അൺഹാപ്പി ആയിപ്പോയത് നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് നമ്മൾ അൺഹാപ്പി ആയിപ്പോയെന്നേ ഉള്ളൂ. എസെൻഷ്യലി എല്ലാ മനുഷ്യർക്കും, എല്ലാ ജീവജാലങ്ങൾക്കും സന്തോഷമായിരിക്കണം. എല്ലാ മതങ്ങളും മനുഷ്യജീവിതത്തിലെ ഈ സന്തോഷം എങ്ങനെ ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടാക്കാം എന്ന് തന്നെയാണ് അവരുടേതായിട്ടുള്ള തിയോളജിയിലൂടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൈന്ദവ രീതിയിൽ പറഞ്ഞാൽ ജീവിതത്തിന് 4 ഘട്ടങ്ങളുണ്ട് എന്ന് സാധാരണ പറയാറുണ്ട്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, പിന്നെ വാനപ്രസ്ഥം, പിന്നെ സന്യാസം എന്ന് പറഞ്ഞാൽ ഈ 4 ഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഈ അവസ്ഥകൾ. നമ്മളിപ്പോൾ വാനപ്രസ്ഥം എന്ന് പറഞ്ഞതുകൊണ്ട് വനത്തിൽ കയറണമെന്നില്ല. ഇപ്പോൾ വനമൊന്നും അങ്ങനെ കയറാൻ പറ്റുന്ന സ്ഥലങ്ങളില്ല. ഗവൺമെന്റിന്റെ അനുവാദമുണ്ടെങ്കിൽ അവിടെ കയറാൻ സാധ്യമുള്ളൂ.
അപ്പോ സന്യാസം എന്ന് പറഞ്ഞാൽ എല്ലാം ത്യജിക്കണമെന്നുമല്ല അർത്ഥം. പക്ഷേ ഇതൊക്കെ ഒരു മാനസികാവസ്ഥയാണ്. വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് ബ്രഹ്മത്തിൽ ചരിക്കുക, ബ്രഹ്മചരിയാവുക, അറിവിനോടൊപ്പം ചരിക്കുക, അറിവാർജിക്കുക, പിന്നെ ഗൃഹസ്ഥനാവുക. ഒരു സാമൂഹ്യ ജീവിയായി ഗൃഹസ്ഥനാവുന്നു. അത് കഴിഞ്ഞിട്ടോ അപ്പോൾ ജീവിതത്തിനോടുള്ള ആസക്തിയിൽ കുറച്ചൊരു കുറവുണ്ടാവണം. ഒരു പ്രോഗ്രസീവ് ഡ്വിൻഡ്ലിംഗ് ഓഫ് ഒരു അറ്റാച്ച്മെന്റ്. അപ്പോഴാണ് പിന്നെ വാനപ്രസ്ഥം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വനത്തിൽ കയറണം എന്നർത്ഥമില്ലെങ്കിൽ പോലും ഇതിനോടൊക്കെ കുറച്ചൊരു വിരക്തി വരാം എന്നർത്ഥം. പിന്നീട് സന്യാസം, ഇതൊക്കെ ത്യജിക്കുക, ഇതൊന്നും അർത്ഥമില്ല, ഈ ലൗകികമായിട്ടുള്ള ജീവിത സുഖങ്ങളിലൊക്കെ ഇത്രയേ അർത്ഥമുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥ. അതാണ് സന്യാസത്തിന്റെ അവസ്ഥ. ഏതൊരു ഗൃഹസ്ഥനും ഈ അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കും. എല്ലാ മതങ്ങളും അതാണ് ലക്ഷ്യമെടുത്തതെങ്കിലും ജീവിതത്തോട് പുലർത്തേണ്ട ഈ ബന്ധത്തെപ്പറ്റി എല്ലാ വേദപുസ്തകങ്ങളും എല്ലാ മതങ്ങളും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ മിക്കവാറും പ്രാർത്ഥനാ മന്ത്രങ്ങളെല്ലാം തന്നെ, ഉപനിഷത്ത് മന്ത്രങ്ങളായാലും വേദമന്ത്രങ്ങളായാലും എന്തിന് ക്രിസ്തുമതത്തിലെ മന്ത്രങ്ങളായാലും ഒക്കെ ആത്യന്തികമായി മനുഷ്യശാന്തിയെയാണ് ലക്ഷ്യമെടുത്തത്. ഏത് മന്ത്രമെടുത്തുകൊള്ളുക, അവസാനം ശാന്തി 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 പറഞ്ഞിട്ടാണ് ഈ മന്ത്രങ്ങളൊക്കെ അവസാനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ ഉപാസനകളുടെയും ആത്യന്തികമായ ലക്ഷ്യമെന്നത് മനുഷ്യജീവിതത്തിന്റെയും ആത്മാവിന്റെയും ശാന്തി തന്നെയാണ്. ഇഹലോകത്തിലും പരലോകത്തിലുമുള്ള ശാന്തി തന്നെയാണ് ഏറ്റവും പരമമായിട്ടുള്ള നേട്ടം. ആ ശാന്തി നേടാതെ മറ്റെന്ത് നേടിയിട്ടും ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ല എന്നുകൂടിയാണ് ഈ ശാന്തിയെപ്പറ്റിയുള്ള നമ്മുടെ എംഫസിസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ആത്യന്തികമായിട്ടുള്ള മൂല്യം മനുഷ്യന് സമാധാനവും സന്തോഷവും ശാന്തിയും ഉണ്ടാവുക. നമ്മൾ ക്രിസ്മസ് സമയത്തൊക്കെയുള്ള പ്രഭാഷണങ്ങളിലൊക്കെ അതാണല്ലോ മനുഷ്യന് ശാന്തി, ലോകത്തിന് ശാന്തി കൊടുക്കുവാനായി ക്രിസ്തു വന്നു എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ജീവിതത്തിന്റെ കോണ്ടക്ട് ഓഫ് ലൈഫ്, ജീവിതത്തെ നയിച്ചുകൊണ്ട് പോകുന്നതിനുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗങ്ങളും മാർഗനിർദ്ദേശങ്ങളും തന്നുകൊണ്ട് ഈ ജീവിതത്തിന് ശാന്തി ഉണ്ടാക്കുവാനാണ് ഈ ഈശ്വര ദേവപുത്രനായി യേശു നമ്മളിലേക്ക് വന്നത്. ഹിന്ദുമതത്തിലുള്ള എല്ലാ അവതാരങ്ങളും ഉണ്ടായതും അങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാ വേദ ഉപനിഷത്തുകൾ പറയുന്നതൊക്കെ തന്നെ അവസാനം ശാന്തി മന്ത്രത്തിലാണ്. ഏത് ഉപനിഷത്തും അവസാനം ഒരു ശാന്തി മന്ത്രത്തിലാണ് അവസാനിക്കുന്നത്. അപ്പോ ശാന്തി, പീസ്ഫുൾനെസ്, ഏറ്റവും പ്രശാന്തമായിട്ടുള്ള അവസ്ഥയിലേക്ക് മനുഷ്യ ജീവിതത്തെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാ മതങ്ങളുടെയും ആത്മീയ പ്രവർത്തനങ്ങളുടെയും പരമമായ ലക്ഷ്യം. എന്നാൽ ആധുനിക മനുഷ്യന്, നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിലെ മനുഷ്യന് ഈ ശാന്തിയും ഈ സമാധാനവും സന്തോഷവും ഉണ്ടോ? നമ്മൾ സന്തോഷമുണ്ട് എന്ന് ഭാവിക്കുന്നതല്ലാതെ യഥാർത്ഥത്തിൽ നമുക്ക് സന്തോഷമുണ്ടോ? ശാന്തി ഉണ്ട് എന്ന് നമ്മൾ അഭിനയിക്കുന്നതല്ലാതെ നമുക്ക് യഥാർത്ഥത്തിലുള്ള ശാന്തി ഉണ്ടോ? ഒരു ഇമിറ്റേഷൻ ഓഫ് ഹാപ്പിനെസ്, സന്തോഷത്തിന്റെ ഒരു ഇമിറ്റേഷൻ നമ്മൾ ഉണ്ടാക്കുന്നു എന്നുള്ളതല്ലാതെ, ഒരു പ്രിറ്റൻഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളതല്ലാതെ യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിൽ ശാന്തിയും സന്തോഷവും ഉണ്ടോ? ഒരു കൊച്ചുകുട്ടിക്ക് ഒരു വിമാനത്തിന്റെ മോഡൽ നമ്മൾ വാങ്ങിക്കൊടുക്കും. അപ്പൊ കുട്ടിയുടെ വിചാരം ഇത് വിമാനമാണ് എന്നാണ്. എന്നാൽ നമുക്കറിയാം ഈ വിമാനം പറക്കുകയില്ല, ഇത് വെറുതെ ഇങ്ങനെ ഉരുട്ടാനേ സാധിക്കുകയുള്ളൂ. കുട്ടിയുടെ വിചാരം എനിക്ക് വിമാനം കിട്ടി എന്നാണ്. ആ വിമാനത്തിന് പറക്കാൻ സാധിക്കാത്തതുപോലെ നമുക്ക് സന്തോഷമുണ്ടാകുന്ന ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകുന്നു. പക്ഷെ ആത്യന്തികമായ സന്തോഷവും ശാന്തിയും മനുഷ്യന് ഉണ്ടോ? എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു അന്വേഷണം മാത്രം ഞാൻ നടത്താൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് അടിസ്ഥാന വികാരം? എന്തുകൊണ്ടാണ് ഈ ശാന്തി സമാധാനവും ഉണ്ടാകാതിരിക്കുന്നത് എന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പോ, നമ്മൾ ഏറ്റവും അംഗീകരിക്കാൻ മടിക്കുന്ന ഒരു പ്രശ്നമാണ് ഇന്ന് ആധുനിക മനുഷ്യന്റെ ജീവിതത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ ഭയമാണ്. ഇന്നത്തെ ഏതൊരു മനുഷ്യനും, അവൻ സമ്പത്തുള്ള ആളായിക്കോട്ടെ സമ്പത്തില്ലാത്ത ആളായിക്കോട്ടെ, ആരോഗ്യമുള്ള ആകട്ടെ ആരോഗ്യമില്ലാത്ത ആളാകട്ടെ, സമൂഹത്തിൽ സ്ഥാനമുള്ള ആളാകട്ടെ സ്ഥാനമില്ലാത്ത ആളാകട്ടെ, എല്ലാവരുടെ ഉള്ളിലും ഇന്ന് പൊതുവായി കാണാവുന്ന ഒരു വിചാരം ഭയമാണ്. ഭയം എന്നത് ആത്മീയതയുടെ മറ്റേ അറ്റത്ത് നിൽക്കുന്ന വികാരമാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. എവിടെ ധീരതയുണ്ടോ അവിടെ മാത്രമേ ആത്മീയതയുള്ളൂ എന്നുള്ളത് മറ്റൊരു കാര്യം. ഇവിടെ ഈ ഭയത്തിന്റെ ഉറവിടം എന്താണ്? പണ്ട് കാലത്തൊക്കെ ആളുകൾ ഭയന്നിരുന്നത് കള്ളന്മാരെ,
കൊള്ളക്കാര്, അല്ലെങ്കിൽ പട്ടിണി മരണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ ഭയന്നിരുന്നു. എന്നാൽ ഇന്ന് മനുഷ്യന് വിവിധ തരത്തിലുള്ള ഭയങ്ങളാണ്. ആധുനിക കാലഘട്ടത്തെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. ഞാനിങ്ങനെ ആലോചിച്ചിട്ട് ഒരു പഞ്ചഭയങ്ങളെപ്പറ്റി ഞാനിങ്ങനെ എഴുതി. 5 ഭയങ്ങൾ. ഇനി ഒരുപാടുണ്ടാക്കാം. അത് നമ്മുടെ സമയമുള്ളതുപോലെ ഇനി നമുക്ക് 5 50 ഭയങ്ങളൊക്കെ ഉണ്ടാക്കാം. എന്നാൽ 5 ഭയം, പഞ്ചഭയങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിളിക്കാം. 5 ഭയങ്ങൾ. ഒന്ന്, പരാജയത്തെക്കുറിച്ചുള്ള ഭയം, ഫിയർ ഓഫ് ഫെയിലിയർ. ഞാൻ ജീവിതത്തിൽ ഒരു പരാജയമായി പോകുമോ? എന്റെ മക്കൾ പരാജിതരാകുമോ? ഞാൻ ജീവിതത്തിൽ വിജയിക്കുകയില്ലേ എന്ന ഭയം, പരാജയത്തെപ്പറ്റിയുള്ള ഭീതി. 1. 2, വേദനയെക്കുറിച്ചുള്ള ഭയം, എല്ലാ തരത്തിലുമുള്ള വേദന, രോഗം, അതിനെപ്പറ്റിയുള്ള ഭയം. എനിക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള വേദന ഉണ്ടാകുമോ? ആ ഭയം. 3, പ്രായമാകലിനെ പറ്റിയുള്ളൊരു ഭയം. അത് മരണഭയം തന്നെയാണ്. മരണഭയത്തോടൊപ്പം പ്രായമായിക്കൊണ്ടിരിക്കുന്നു, കാലം നമ്മളെ ഇങ്ങനെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഭയമില്ലാത്തവരായി വാസ്തവത്തിൽ ആരുമില്ല. കാലം ഇങ്ങനെ പോകുന്നതിനെ പറ്റിയുള്ള ഭയം, നമ്മുടെ നശ്വരതയെപ്പറ്റിയുള്ള ഒരു അവബോധത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ഭയം. 4, ഏകാന്തതയെക്കുറിച്ചുള്ള ഭയം, നമ്മൾ ഒറ്റപ്പെട്ടു പോവാ, ഏകാന്തതയെപ്പറ്റിയുള്ള ഭയം. 5, നമ്മുടെ നിസ്സാരതയെക്കുറിച്ചിട്ടുള്ളൊരു ഭയം. ആം ഐ ഇൻസിഗ്നിഫിക്കന്റ്? എനിക്ക് സമൂഹത്തിലൊരു സ്ഥാനവുമില്ലല്ലോ, ഞാൻ നിസ്സാരനായിക്കൊണ്ടിരിക്കുകയല്ലോ, എനിക്ക് പ്രാധാന്യമില്ലല്ലോ. എന്റെ അപ്രധാനതയെപ്പറ്റിയുള്ളൊരു ഭയം, അതാണ് നിസ്സാരതയെപ്പറ്റിയുള്ളൊരു ഭയം. ഫിയർ ഓഫ് ഇൻസിഗ്നിഫിക്കൻസ്. ഇംഗ്ലീഷിലാണത് കുറച്ചുകൂടെ ഭംഗിയായിട്ട് വരിക. ഫിയർ ഓഫ് ഇൻസിഗ്നിഫിക്കൻസ്. ഈ 5 ഭയത്തെ എടുത്തു നോക്കിയാൽ നമ്മുടെ ജീവിതം മുഴുവൻ നമ്മൾ അംഗീകരിക്കാത്ത ഈ ഭയങ്ങളെ പ്രതിരോധിക്കുവാനുള്ള നിരന്തരമായിട്ടുള്ള യുദ്ധമാണ് നമ്മുടെ ജീവിതമായി നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. ഈ 5 ഭയങ്ങളുടെ ഈ അസുരന്മാർ നമ്മുടെ മനസ്സിൽ ഒളിച്ചു പാർക്കുകയാണ്. നമ്മൾ അറിയുന്നില്ല, പക്ഷെ അവരവിടെ ഉണ്ട്. അവരവിടെ ഉണ്ട് എന്ന് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ, നമ്മൾ സദാ നേരവും ഇവരുമായി ഒരു ചതുരംഗ കളിയിലാണ്. ഇവരെ പ്രതിരോധിക്കാനുള്ള ഓരോ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് നമ്മൾ ഈ ശത്രുവിനെ അല്ലെങ്കിൽ ഈ അസുരനെ നമ്മൾ പ്രതിരോധിച്ചു, കീഴടക്കി എന്ന ഒരു വ്യാജ സംതൃപ്തിയിൽ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു ചതുരംഗ കളിയെയാണ് നമ്മൾ ജീവിതം എന്ന് സാധാരണ വിശേഷിപ്പിക്കുന്നത്. ഉദാഹരണത്തിന്, വാസ്തവത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭയം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഓരോന്നിലേക്ക് വരികയാണ്. ഈ ഭയം ഉള്ളിടത്തോളം കാലം ജീവിതത്തിൽ ആത്മീയമായിട്ടുള്ള ചൈതന്യം അതിന്റെ പൂർണ്ണമായ അളവിൽ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുകയില്ല. കാരണം ഇതൊരു ഫിൽറ്റർ പോലാണ്. എന്തുകൊണ്ടാണ് ഭയമുണ്ടാകുന്നത്? നമുക്ക് ഏതോ വിശ്വാസത്തിന്റെ ഒരു വിള്ളൽ ഉള്ളതുകൊണ്ടാണ് ഈ ഭയമുണ്ടാകുന്നത്. നിർഭയരായി ജീവിച്ചവരെ മാത്രമേ ഇന്ന് ചരിത്രത്തിന് ഓർമ്മയുള്ളൂ എന്ന് നമുക്കറിയാം. ബുദ്ധൻ, ഗൗതമ ബുദ്ധൻ, ഏറ്റവും നിർഭയനായി എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി വന്ന ബുദ്ധൻ, ആ അന്വേഷണത്തിന്റെ തീവ്രത കൊണ്ട് മാത്രം ധീരനായി ജീവിതത്തെ നേരിട്ട ബുദ്ധൻ. യേശുക്രിസ്തുവിനെ പറ്റി പറയേണ്ടതില്ല. ധീരതയല്ലാതെ ഒന്നും, ഭയമെന്ന് പറയുന്ന വികാരം തീണ്ടിയിട്ടില്ലാത്ത ഒരു ജീവിതം കൊണ്ട്. എന്താണ് ആത്മീയത എന്ന് പറഞ്ഞാൽ ധൈര്യത തന്നെയാണ്. ഈ ആത്മീയ ധൈര്യം തന്നെയാണ് വിശ്വാസത്തിൽ നിന്ന് ഉണ്ടാകുന്ന, അഗാധമായിട്ടുള്ള വിശ്വാസത്തിൽ നിന്നുണ്ടാകുന്ന ധൈര്യം. മുഹമ്മദ്, ഇസ്ലാം മതത്തിന്റെ സ്ഥാപകനായിട്ടുള്ള പ്രവാചകൻ മുഹമ്മദ്, അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ അരക്ഷിതാവസ്ഥ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം കാണിച്ചിട്ടുള്ള ധീരതയ്ക്ക് മാതൃകകളില്ല. നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ മഹാത്മജി, ഗാന്ധി കാണിച്ച ധീരതയെ ഇന്നിപ്പോ പലരും ഗാന്ധിയെ പറ്റി പലതും പറയുന്നുണ്ട്. പക്ഷേ ഗാന്ധി ജീവിച്ച കാലഘട്ടത്തിലെ ഹിന്ദുമതത്തിന്റെ, ഭാരതത്തിന്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം കാണിച്ച ധീരത എന്ത് വലുതാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്തിന്? ശ്രീനാരായണ ഗുരു, കേരളത്തിലെ ശ്രീനാരായണ ഗുരു കാണിച്ചിട്ടുള്ള ധീരത, അതൊക്കെ ആത്മീയമായിട്ടുള്ള ഊർജത്തിൽ നിന്ന് സ്ഫുടം ചെയ്തെടുക്കുന്ന ധീരതയാണത്. അപ്പോൾ ഈ ധീരത ഉള്ളവർക്ക് മാത്രമേ ആത്മീയമായിട്ടുള്ള ഔന്നത്യത്തിലേക്ക് ഉയരാൻ സാധിക്കൂ. എല്ലാവർക്കും ഗാന്ധിജിയോ ശ്രീനാരായണ ഗുരുവോ ആയില്ലെങ്കിൽ പോലും നമ്മുടെ എല്ലാം കൊച്ചു ജീവിതത്തിൽ പോലും ഒരു ഔന്നത്യത്തിലേക്ക് ഉയരണമെങ്കിൽ ഈ ധീരത ഉണ്ടാവണം. നിർഭയനായി ജീവിച്ചാൽ മാത്രമേ നമുക്ക് നിർഭയരായി മരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ക്രിസ്തുവിന് കുരിശാരോഹണം എന്ന് പറയുന്ന മാനവരാശിയെ ത്രാണനം ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മരണത്തെ ഇത്ര നിർഭയനായി, ധീരനായി നേരിടാൻ സാധിച്ചു. ഭയം ഗ്രസിച്ച് നമ്മളാവട്ടെ ഈ പറഞ്ഞതുപോലെ ഒരു ഒളിച്ചുകളി നടത്തുകയാണ്. നമ്മളെ തന്നെ സ്വയം കബളിപ്പിച്ചുകൊണ്ട്
നമ്മൾ എന്തൊക്കെയോ നേടി എന്നുള്ള വിചാരത്തിൽ നമ്മൾ ഈ ഭയത്തെ ഭയമാണെന്ന് അംഗീകരിക്കാതെ ഈ ഭയവുമായിട്ട് നമ്മൾ ചതുരംഗം കളിക്കുന്നു. സത്യവുമായി മിഥ്യകളുടെ കരുക്കൾ നീക്കി നാം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജീവിതം തന്നെ ഈ മിഥ്യകളാൽ നിയന്ത്രിക്കപ്പെടുകയാണ്. ഈ ഭയങ്ങളാലും മിഥ്യകളാലും നിയന്ത്രിക്കപ്പെടുന്നു. നമുക്ക് ഉദാഹരണങ്ങൾ എടുക്കുക. ഈ പരാജയ ഭീതി എന്ന് ഞാൻ പറഞ്ഞു, ഫിയർ ഓഫ് ഫെയിലിയർ. ഈ പരാജയ ഭീതിയെ നേരിടാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ വിജയത്തെപ്പറ്റിയുള്ള കെട്ടുകഥകൾ സ്വയം ഉണ്ടാക്കും. നമ്മൾ വിജയത്തെപ്പറ്റി പുതിയ മിത്തോളജി ഉണ്ടാക്കും. എന്താണ് ആ വിജയം എന്ന് പറയുന്നത്? എന്ത് വില കൊടുത്തും എനിക്ക് ജീവിതത്തിൽ വിജയിക്കണം, എനിക്ക് ധാരാളം പണമുണ്ടാക്കണം, അപ്പൊ ഞാൻ വിജയിച്ചു എന്നെനിക്ക് തോന്നും. വിജയത്തിന്റെ ഒരു പ്രതീകം പോലെ, ഒരു സിംബോളിക് വിജയം എനിക്കുണ്ടാക്കാൻ സാധിക്കും എനിക്ക് ധാരാളം പണമുണ്ട് എങ്കിൽ. എനിക്ക് അധികാരമുണ്ടെങ്കിൽ ഞാൻ ജീവിതത്തിൽ വിജയിച്ചു എന്ന് ഞാൻ ധരിക്കും. അപ്പോ എന്ത് വില കൊടുത്തും ഈ പണവും ഈ അധികാരവും സമാർജിക്കാൻ ഞാൻ എന്തും ചെയ്യും. കാരണം അതിന്റെ ഭീതിയെ, എന്റെ പരാജയ ഭീതിയെ പ്രതിരോധിക്കാൻ ഇതെനിക്ക് ആവശ്യമാണ് എന്നുള്ളതുകൊണ്ട് എന്ത് വില കൊടുത്തും ഞാൻ ഈ മണി, പവർ ആൻഡ് പ്രസ്റ്റീജ് ഉണ്ടാക്കും. അതുകൊണ്ടാണല്ലോ സത്യമെന്ന് പേരിട്ട കമ്പ്യൂട്ടറിന്റെ അസത്യം കൊണ്ട് ഇന്നലെ ഒരാൾ 10 വർഷം ജയിലിൽ പോയി. പരാജയ ഭീതിയെ അതിജീവിക്കാനായി തന്റെ സ്ഥാപനം മോശപ്പെടുമോ, എനിക്ക് അവസാനം സേവിങ്സ് ഇല്ലാതാകുമോ, ഈ സ്ഥാപനം വേറെ ആരെങ്കിലും കൊണ്ടുപോകുമോ, എന്നാൽ കുറച്ച് കണക്കിൽ കള്ളം കാണിച്ച് കുറെ കോടികൾ ഉണ്ടാക്കാം, അങ്ങനെ ജീവിതത്തിൽ വിജയിക്കാം എന്ന് വിചാരിച്ച് ആ പരാജയ ഭീതിയെ പ്രതിരോധിക്കാൻ ചെയ്ത കള്ളമാണ് ഇന്നലെ സത്യത്തിന്റെ വെർഡിക്റ്റ് ആയിട്ട് വന്നത്. ഇനി എന്തെല്ലാം വെർഡിക്റ്റുകൾ വരാൻ കിടക്കുന്ന നമുക്കൊക്കെ അറിയാമല്ലോ, അതവിടെ കിടക്കട്ടെ. ഈ ലോകത്തിലെ അഴിമതി, നമ്മളിത് കാണുന്ന പത്രങ്ങളിലും ഒക്കെ കാണുന്ന അഴിമതി കഥകളുടെയൊക്കെ പിന്നിൽ എന്താണ്? വാസ്തവത്തിൽ ഫിയറാണ്. ഫിയർ ഓഫ് ഫെയിലിയർ. ഞാൻ പരാജിതനായി പോകുമോ, എന്റെ കയ്യിൽ ആവശ്യത്തിന് പണം ഇല്ലാതാകുമോ, എന്നാൽ പോരട്ടെ, കിട്ടുന്ന സമയത്തൊക്കെ പോരട്ടെ. അങ്ങനെയാണ് ചെറുതും വലുതുമായ അഴിമതി കഥകൾ മുഴുവൻ ആത്മധൈര്യമില്ലായ്മയിൽ നിന്നുണ്ടാകുന്നതാണ്. ഫിയർ ഓഫ് ഫെയിലിയറിൽ നിന്നാണ്. അതിനെ പ്രതിരോധിക്കാൻ പവർ, പൈസ, അധികാരം, അതിൻ്റെതായിട്ടുള്ള എല്ലാം നമ്മൾ ഉണ്ടാക്കി വയ്ക്കുന്നത് അതുകൊണ്ടാണ്. വേദനയെക്കുറിച്ചുള്ള ഭീതി. എനിക്ക് രോഗമുണ്ടാകുമോ, വേദനയുണ്ടാകുമോ, ആ ഭീതി ഇല്ലാത്തവരെ ആരുമില്ല. അപ്പൊ നമ്മൾ എന്തു ചെയ്യും? ഈ വേദനയെ നേരിടാനായി സുഖത്തെപ്പറ്റിയുള്ള കെട്ടുകഥകൾ നമ്മൾ ഉണ്ടാക്കും. വേദനയൊന്നും എന്നെ ബാധിക്കുകയില്ല, ബിക്കോസ് ഐ എം ലിവിംഗ് വെരി കംഫർട്ടബിൾ. ഞാൻ സുഖസൗകര്യങ്ങളിൽ ജീവിക്കുകയാണ്. എന്തൊക്കെയാണ് ആ സുഖസൗകര്യങ്ങൾ? മദ്യഷാപ്പുകൾ, ബാറ് പൂട്ടിയാലും മദ്യഷാപ്പുണ്ട്, അതുകൊണ്ട് ആ സുഖത്തിനൊരു കുറവുമില്ല. ഇഷ്ടംപോലെ സുഖിക്കുകയാണ്. കോടികളുടെ വരുമാനമാണ്. അത് വേദനയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഒളിച്ചുകളിയാണ്. മറ്റെന്തെല്ലാം തരത്തിലുള്ള സുഖങ്ങൾ ആളുകൾ ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുന്നു. ഹോളിഡേക്ക് പോകുന്നു, 5 ലക്ഷം രൂപ മുടക്കി എല്ലാവരും കൂടെ സ്വിറ്റ്സർലൻഡിൽ പോയി വരുന്നു. ഒരാഴ്ച കൊണ്ട് 5 ലക്ഷം രൂപ പോയി കിട്ടി എന്നുള്ളതല്ലാതെ സ്വിറ്റ്സർലൻഡ് കണ്ടു, തിരിച്ചു വന്നു, വീണ്ടും പഴയപടി നമ്മുടെ വീട്ടിൽ തന്നെ വന്നു. പോണ്ടെന്നല്ല, ഹോളിഡേക്ക് പോണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അത് വേദനയെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാകാതിരിക്കട്ടെ. ഹോളിഡേക്ക് പോകണം, അവധിക്കാലത്തിന് പോകണം, ആസ്വദിക്കണം, അടിപൊളിയായിട്ടൊക്കെ ജീവിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതൊന്നും ഈ വേദനകളെപ്പറ്റിയുള്ള ചിന്തകളിൽ നിന്നുള്ള ഒരു എളുപ്പ രക്ഷപ്പെടലാവരുത്. ആൽക്കഹോളായാലും പാർട്ടികളാണെങ്കിലും ഹോളിഡേ ആണെങ്കിലും ഇതെല്ലാം ഉറക്ക ഗുളികകൾ മാത്രമാണ്. ആത്യന്തികമായി നമ്മളെ ഉറക്കം കെടുത്തുന്നത് എന്താണ്? വേദനയെപ്പറ്റിയുള്ള ഭീതിയിൽ നിന്ന് ഉറക്കം കെടുമ്പോൾ നമ്മൾ ഉറക്ക ഗുളികകൾ പോലെ ഈ സുഖങ്ങളെപ്പറ്റിയുള്ള നമ്മുടെ സങ്കല്പ ചിത്രങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നമ്മളതിൽ അഭിരമിക്കുകയാണ്. പ്രായമാകലിന്റെ ഭീതി, അത് നിത്യയൗവനത്തെപ്പറ്റിയുള്ള മിഥ്യാസങ്കല്പങ്ങൾ ഇങ്ങനെ വിപണനം ചെയ്തുകൊണ്ടൊരു വ്യവസായം തന്നെ നമ്മുടെ ഇടയിലുണ്ട്. നമ്മൾ TV കാണുകയോ പേപ്പർ നോക്കുകയോ ഒക്കെ ചെയ്താൽ കറുത്ത തൊലി വെളുപ്പിക്കാം, വെളുത്ത മുടി കറുപ്പിക്കാം, എല്ലാം ചെയ്യാം. നിങ്ങൾക്ക് കഷണ്ടിയാണെങ്കിൽ ഞങ്ങൾ പിന്നെ മുടി വച്ചു തരാം. അങ്ങനെ പല പല വാഗ്ദാനങ്ങളുമായി ഫെയർനെസ് ക്രീം, നല്ല നല്ല ആടയാഭരണങ്ങൾ, സ്വർണത്തിന്റെ പരസ്യമൊക്കെ കണ്ടിട്ടില്ലേ? ആ സ്വർണം ഇട്ടാൽ മതി, പിന്നെ വേറൊന്നും വേണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ കോസ്മെറ്റിക് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് തന്നെ മനുഷ്യന് പ്രായമാകലിനെ പറ്റിയുള്ള ആകുലതയെ ശമിപ്പിക്കാനുള്ള ഒരു ചെറിയ സൂത്രമാണ്, ഒരു ചെറിയ ഞൊടുക്ക് വിദ്യയാണ്. ഈ ക്രീം വാങ്ങിച്ചിട്ടുള്ള ഒരു റിങ്കിളും ഉണ്ടാവുകയില്ല, ആന പിടിച്ചാലും നിൽക്കുകയില്ല, 60 വയസ്സ് കഴിഞ്ഞാൽ ഈ തൊലി, അത് മറ്റൊരു വിഷയം. എന്തിട്ടാലും ഇത് വെളുക്കുകയില്ല, അത് മറ്റൊരു കാര്യം. പക്ഷേ അതൊക്കെ സത്യമാണെന്ന് അറിയാമെങ്കിൽ പോലും എത്ര കോടി രൂപയുടെ കോസ്മെറ്റിക്സ് ആണ് ഈ രാജ്യത്ത് വിറ്റുപോകുന്നത്. എന്നിട്ട് നമ്മുടെ പരിചയമുള്ള ആരെങ്കിലും നിത്യയൗവനം കൊണ്ട് അനുഗ്രഹീതരാണ് നമുക്ക് പറയാൻ സാധിക്കില്ല. ആയിട്ടില്ല. എല്ലാവരും കൃത്യമായി നരയ്ക്കുകയും കൃത്യമായി പിന്നെ തൊലി ചുള്ളിയുകയും കൃത്യമായി മരിക്കുകയും ചെയ്യും. അത് അലംഘനീയമായ നിയമമായിരിക്കെ
നമ്മളിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ കോസ്മെറ്റിക് ഇൻഡസ്ട്രി ഇങ്ങനെ പെരുകുന്നത് ഈ പ്രായമാകലിനെ പറ്റിയുള്ള ഭീതിയെ പ്രതിരോധിക്കുവാനുള്ള നമ്മുടെ മിഥ്യാസങ്കല്പങ്ങളുടെ ഒരു വിനോദം മാത്രം. ഏകാന്തതയെക്കുറിച്ചുള്ള ഭയം. ഏകാന്തതയെക്കുറിച്ചുള്ള ഭയത്തിന് ആധുനിക കാലഘട്ടം ഏറ്റവും നല്ലൊരു ഉത്തരം, ഒരു വിദ്യ കണ്ടെത്തിയത് എന്താണ്? നമ്മുടെ മൊബൈൽ ഫോണാണ്. മൊബൈൽ ഫോണ്, ഇന്റർനെറ്റ്. ഇന്ന് ഞാൻ ഇങ്ങോട്ട് ട്രെയിനിൽ വരുമ്പോൾ ഒരാള് ഏതാണ്ട് അവിടെ തൊട്ട് തൃശ്ശൂരിൽ നിന്ന് കയറിയ ആള് എറണാകുളം ആലപ്പുഴ ഇറങ്ങുന്നത് വരെ അദ്ദേഹത്തിന്റെ ബിസിനസ്സും അദ്ദേഹത്തിന്റെ ജീവിതത്തെ പറ്റിയുള്ള എല്ലാം എനിക്കിപ്പോൾ അറിയാം. കാരണം അദ്ദേഹം അവിടെ തൊട്ട് ഇവിടം വരെ ഏതാണ്ട് ഒരു 10-20 ആളോട് സംസാരിച്ചിട്ടുണ്ട്. ഒരു സെക്കൻഡ് പോലും അദ്ദേഹം മുമ്പിലിരുന്നൊരു ന്യൂസ് പേപ്പർ വായിക്കാൻ അദ്ദേഹത്തിന് സമയം കിട്ടിയില്ല. കാരണം ഹീസ് കണക്ടിങ് വിത്ത് അതേഴ്സ്. എനിക്ക് തോന്നുന്നു ഇതൊരു ഞരമ്പ് രോഗമാണ്. ആരോടെങ്കിലും സംസാരിച്ചില്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടുവോ, അവരെന്നെ മറന്നുവോ, എനിക്കൊരു സ്ഥാനമില്ലാതായോ എന്നൊക്കെയുള്ള അവബോധമാണ്. അപ്പൊ സദാ നേരവും ഇതിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക. ഒരു പത്രത്തിലൊരു ഫലിതം വായിച്ചതാണ്. ഒരു പെൺകുട്ടി ഇംഗ്ലണ്ടിലാണെന്ന് വെച്ചു, ഇവിടല്ല. അവര് രാവിലെ തൊട്ട് രാത്രി വരെ നെറ്റിന്റെ മുമ്പിലിരിക്കും. അത് ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ ഒക്കെയാണ്. അപ്പോൾ അവിടെയൊന്നും കറണ്ട് പോകാറില്ല. പക്ഷെ ഒരു ദിവസം അവിടെ കറണ്ട് പോവുകയോ സെർവർ ഡൗൺ ആവുകയോ ചെയ്തപ്പോൾ ഈ കുട്ടിയെ കാണാറില്ല, അച്ഛനും അമ്മയൊന്നും കാണാറില്ല. മുകളിൽ കയറിയിരിക്കുന്നു, പുറത്തിറങ്ങുന്നു, തിരിച്ചു വന്ന് കമ്പ്യൂട്ടറിന് മുമ്പിലിരിക്കുന്നു. അപ്പോൾ ഒരു ദിവസം കറണ്ട് പോയി, സെർവർ ഡൗൺ ആയി, ഇത് വർക്ക് ചെയ്യാൻ വൃത്തിയില്ലാത്ത വരുമ്പോൾ ഈ കുട്ടി താഴോട്ടൊന്ന് ഇറങ്ങി വന്നു അച്ഛനും അമ്മയൊക്കെ ഒന്ന് കണ്ടു. അപ്പൊ അടുത്ത ട്വീറ്റാണ്, അടുത്ത മെസ്സേജാണ്. കുറച്ച് സമയം പവർ ഉണ്ടായിരുന്നില്ല, ഐ വെന്റ് ഡൗൺ, മെറ്റ് മൈ പേരൻസ്, നൈസ് പീപ്പിൾ. തിരക്കേടില്ല, കുറച്ചു കാലത്തിന് ശേഷം കാണുകയാണ്, കുറച്ചു കാലമായിട്ട് കണ്ടിട്ടില്ല, നൈസ് പീപ്പിൾ എന്ന് അടുത്ത ട്വീറ്റ്. അതാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. അടുത്തിരിപ്പോ എന്താണ്, ഉള്ളൂരിന്റെ ഒരു വരിയുണ്ടല്ലോ, അടുത്തിരിപ്പോ ഒരു അനുജനെ അറിയാൻ അക്ഷികളില്ലാത്തവൻ അദൃശ്യൻ ഈശ്വരൻ എങ്ങനെ തിരിച്ചറിയുമെന്ന് ചോദിക്കുന്നത് പോലെ തൊട്ടടുത്ത വീട്ടിലൊരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റി ഉണ്ടാക്കാമെന്നുള്ളതല്ലാതെ ആ പ്രശ്നം പരിഹരിക്കാൻ നമ്മളെ കിട്ടുകയില്ല. ചവറ് കൂടിയാൽ നമുക്ക് ചവറിനെതിരെ പ്രതിരോധം സംഘടിപ്പിക്കാൻ ഫേസ്ബുക്കിൽ കമ്മ്യൂണിറ്റി ഉണ്ടാക്കാമെന്നുള്ളതല്ലാതെ ആ ചവറൊന്ന് തൂത്തുവാരി കളയാൻ നമുക്ക് ആളെ കിട്ടുകയില്ല. അപ്പൊ നമ്മളിങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെനസ്വേലയിലുള്ള ഗേൾഫ്രണ്ടിന്റെ അടുത്തും പിന്നെ ആരിസോണയിലുള്ള നമ്മുടെ ഫ്രണ്ടിന്റെ അടുത്തും ഒക്കെ നമ്മളിങ്ങനെ നെറ്റിൽ ചാറ്റ് ചെയ്യുന്നു, SMS അയക്കുന്നു, അല്ലെങ്കിൽ പലതും ചെയ്യുന്നു, ഫേസ്ബുക്കിൽ കയറുന്നു, പല പല കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പൊ പുറകിൽ വാട്സാപ്പ് കൂടിയുണ്ട്. അതുകൊണ്ട് പിന്നെ ആപ്പിന് കൂടുതലൊന്നും നമ്മൾ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല, അതൊരു ആപ്പായി മാറുന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതിങ്ങനെ. അപ്പൊ ഇതെല്ലാം ഈ കണക്ടിവിറ്റി എന്തിനാണ്? സോ ദാറ്റ് യു ഡോണ്ട് ഫീൽ അലോൺ. ഏകാന്തതയെ പറ്റിയുള്ള നമ്മുടെ ഭയത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി നമ്മളിങ്ങനെ ഡെസ്പറേറ്റ് ആയിട്ട് ഒരു സ്യൂഡോ കണക്ടിവിറ്റി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. മൊബൈലിൽ കുറച്ചു നേരം കണക്ടിവിറ്റി ഇല്ലെങ്കിൽ പീപ്പിൾ ബിക്കം നെർവസ്. ഇന്റർനെറ്റ് ഡൗൺ ആണെന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഭയങ്കര പ്രശ്നം പോലെയാണ്, ദഹനക്കേട് പോലെയാണ്. എഗെയിൻ ഫിയർ ഓഫ് ലോൺലിനെസ്. അടുത്തത് നിസ്സാരതയെക്കുറിച്ചുള്ള ഭയം. നമ്മൾ ആരുമല്ലയോ ഈ സമൂഹത്തിൽ, ഈ ജീവിതത്തിൽ ഞാനൊന്നും നേടിയില്ലയോ, എനിക്ക് ഈ ലോകത്ത് സ്ഥാനമൊന്നും ഇല്ലയോ എന്നൊക്കെയുള്ള ഭയം. അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നവരൊക്കെ നല്ല ഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം, ഞാനും ഇട്ടിട്ടുണ്ട്. ഈ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നതിന്റെ സൈക്കോളജി എന്താണ്? ഒരു ഷർട്ട് നമ്മളൊരു തുണിയെടുത്ത് ടൈലറെ കൊടുത്ത് തെപ്പിച്ചാല് ഒരു 500 രൂപയ്ക്ക് ഒരു ഷർട്ട് വാങ്ങാം. എന്നാൽ നമ്മളൊരു ബ്രാൻഡഡ് ഉൽപ്പന്നം വാങ്ങിക്കുമ്പോൾ ഇതേ ഷർട്ടിന് തന്നെ ഇതേ ടൈലറായിരിക്കും തച്ചത്, പക്ഷെ അയാൾ വേറൊരു സാധനം കൂടെ വയ്ക്കും, വാൻ ഹ്യൂസൻ എന്നോ ആരോ എന്നോ എന്തെങ്കിലുമൊക്കെ വയ്ക്കും. അപ്പോൾ ഒരു 3000 രൂപയാവും ഷർട്ടിന്. കയ്യിലൊരു ബട്ടൺ ഉണ്ടാവും, ഇന്ന ബ്രാൻഡാണ് എന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ ഒരു പേന, ക്രോസ് പേന 3000 രൂപ, അല്ലെങ്കിൽ വേറൊരു വാച്ച് 25,000 രൂപ, ലക്ഷക്കണക്കിന് രൂപയുടെ വാച്ചൊക്കെ ഉണ്ട്, പേനയുണ്ട്. ഇതൊക്കെ എന്തിനാണ് മനുഷ്യൻ ഇടുന്നത്? എന്തിനാണ് ഉപയോഗിക്കുന്നത്? 15 രൂപയുടെ നമ്മുടെ റെയ്നോൾഡ്സ് പേന കൊണ്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായി ഒരു വലിയ ധീരതയും ക്രോസോ അല്ലെങ്കിൽ മോൺബ്ലാങ്കോ ചെയ്യുന്നില്ല. എനിക്ക് ഒരുപാട് പേനയുടെ കളക്ഷൻ ഉണ്ട്. ഗൾഫിൽ നിന്നൊക്കെ ആളുകൾ വരുമ്പോൾ കൊണ്ടുവരുന്ന പേനയാണ് ഞാൻ വാങ്ങിച്ചോണ്ട് വയ്ക്കും. ആരെങ്കിലുമൊക്കെ റാങ്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും കുട്ടി വരുമ്പോൾ ഒരു പേന എടുത്ത് കൊടുക്കുക. പിന്നെ ഞാൻ കുറെ കാലമായിട്ട് എന്നിരിക്കാൻ എഴുതുന്നുണ്ടോ നോക്കിക്കോണെന്ന് പറയും, കാരണം സെറ്റ് ആവുമല്ലോ അതിനകത്ത്. എന്താണ് ഇതിന്റെ സൈക്കോളജി? സൈക്കോളജി ഓഫ് ബ്രാൻഡഡ് ഗുഡ്സ്. കാരണം ആ ബ്രാൻഡ് സൽമാൻ ഖാനുടെ ബ്രാൻഡാണ് നമുക്ക് ഒരു പ്രസ്റ്റീജ് ഉണ്ടാക്കി തരുന്നു, ഒരു സ്യൂഡോ അറ്റാച്ച്മെന്റ്, നമുക്കൊരു വാല്യൂ, ഇല്ലാത്തൊരു വാല്യൂ നമുക്ക് തരുന്നു. ബ്രാൻഡഡ് ഗുഡ്സ്, വലിയ വീട്, ഒരു 1 കോടി രൂപയുടെ കാറ്, ഇതൊക്കെ നമുക്ക് തരുന്നത് എന്താണ്? ഒരു സ്യൂഡോ സെൻസ് ഓഫ് ഇമ്പോർട്ടൻസ്. ഈ പ്രാധാന്യത്തിന്റെ സിംബലുകളാണതെല്ലാം, പ്രാധാന്യത്തിന്റെ സിംബലിസമാണ്. ഇപ്പോൾ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് കെജ്രിവാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്?
എന്താണോ പഴയ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും എങ്ങനെ ജീവിച്ചുവോ അതിന് ഘടകവിരുദ്ധമായി ജീവിച്ച് VIP കൾച്ചർ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അദ്ദേഹം ആലോചിക്കുന്നത്. എല്ലാവരും ബന്ധുകലായിട്ട് പോകുമ്പോൾ ഇദ്ദേഹം ഒരു രാഷ്ട്രപതി ഭവനിലെ ഡിന്നറിന് അദ്ദേഹം ഒരു കാർഡിഗൻ ഇട്ടിട്ട് പോകും. വേണമെങ്കിൽ ഒരു മഫ്ലറും ചുറ്റും, ഒരു ഹവായി ചെരുപ്പ് ഇടും. നല്ലതാണ്, ധീരതയാണ്. അത് മറ്റൊരു അതിന്റെ കൗണ്ടറാണ്. പക്ഷെ VIP കൾച്ചർ ഉണ്ട്. മുമ്പിലൊരു പോലീസുകാരൻ വേണം, പോലീസ് വാൻ വേണം, ചുവപ്പ് ലൈറ്റ് വേണം. ഇതൊക്കെ എന്തിനാണ്? ജസ്റ്റ് ഷോ ദാറ്റ് ഐ ആം എ വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ. എന്റെ പ്രാധാന്യം നിങ്ങൾക്കറിയാമല്ലോ. അപ്പൊ ഈ ചുവപ്പ് ലൈറ്റിലും ഈ പോലീസുകാരിലും കൂടെ ഉണ്ടാകുന്ന പ്രാധാന്യമാണ് അവന്റെ സ്വത്വത്തെ നിർണ്ണയിക്കുന്നത്. ദാറ്റ് ഈസ് ഫിയർ ഓഫ് ഇൻസിഗ്നിഫിക്കൻസിനെ പ്രതിരോധിക്കാനുള്ള വ്യർത്ഥ ശ്രമങ്ങൾ മാത്രം. പലപ്പോഴും നമ്മുടെ VIPs മനസ്സിലാക്കാത്തത്, നമുക്ക് സമൂഹത്തിൽ അൺപോപ്പുലർ ആകണമെങ്കിൽ ഒരു പോലീസ് പൈലറ്റ് മാത്രം മതി, വേറെ ഒന്നും വേണ്ട, വേറെ ഒന്നും ഒരു ധീരകൃത്യവും ചെയ്യണ്ട, ഒരു പൈലറ്റ് ഉണ്ടായാൽ മാത്രം മതി. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഞാൻ ഹോം സെക്രട്ടറി ആവുമ്പോൾ ഹോം സെക്രട്ടറിയുടെ പോലീസുകാരൊക്കെ നമ്മുടെ കയ്യിലാണല്ലോ. അപ്പൊ എവിടെ ചെന്നാലും ഒരു പൈലറ്റ് വാഹനമുണ്ടാകും. അപ്പോ ഇത് കണ്ടിട്ട് ഞാൻ നിർത്തി. എന്താണ് അവൻ ചെയ്യുന്നത്? പോലീസ് അതിനകത്തിരുന്നിട്ട്, ഈ വാനിന്റെ പോലീസ് ജീപ്പിലിരുന്നിട്ട് നമ്മുടെ കാറിന്റെ മുമ്പില് ഈ പണ്ട് ഇവിടെ അൺടച്ചബിലിറ്റി ഉണ്ടായിരുന്ന കാലത്ത് വഴി നടക്കാൻ പൂഹോയ് 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 എന്ന് പറഞ്ഞില്ലേ, എന്ന് പറയുന്നത് പോലെ മാറടാ 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 എന്ന് പറഞ്ഞിട്ട് പോവാണ്. അപ്പൊ ഞാൻ തൃശ്ശൂർ വെച്ച് വണ്ടി നിർത്തിയിട്ട് അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഈ 10-35 വർഷമായിട്ട് സർവീസിൽ ഇരുന്നിട്ട് തരക്കേടില്ലാത്ത ഒരു ഗുഡ്വില്ലും ആളുകൾക്ക് നമ്മളെ കാണുമ്പോൾ ഒരു സ്നേഹമൊക്കെ ഉള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. എനിക്ക് പൈലറ്റും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ പൊക്കോളാം. നിങ്ങളിങ്ങനെ ആളുകളെ ആട്ടി ഓടിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. പക്ഷേ ഇത് പലരും പറഞ്ഞിട്ടില്ല. ഞാൻ ചെയ്തത് ധീരകൃത്യമാണെന്നല്ല, എനിക്കങ്ങനെ ഇരിക്കാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം ഇത് കണ്ടാല് ഞാനാണ് ആ നടന്നു പോകുന്നതെങ്കിൽ ഇവൻ അടി കൊടുക്കണമെന്ന് തോന്നിപ്പോകും. നമ്മളെന്താ മോശക്കാരാണ്? ഈ സ്ട്രീറ്റിലൂടെ നടന്നു പോകാൻ പാടില്ലേ? ഞാൻ പണം വാങ്ങി ടാക്സ് കൊടുത്ത് ഓടിക്കുന്ന വണ്ടി ഓടിക്കാൻ പാടില്ലേ? ഒരു വണ്ടി കയറിയാൽ കൊണ്ടുപോടാ എന്ന് പറയുന്ന ഒരു രീതി നമുക്ക് ഭൂഷണമല്ല, ഒരു ജനാധിപത്യത്തിന് ഭൂഷണമല്ല, ഒരു ഭരണകൂടത്തിനും ഭൂഷണമല്ല. അപ്പോ ഇതൊക്കെ എന്തിനാണ്? ടു ക്രിയേറ്റ് എ സെൻസ് ഓഫ് ഫാൾസ് സെൻസ് ഓഫ് സെൽഫ് ഇമ്പോർട്ടൻസ്. നമ്മുടെ ഇൻസിഗ്നിഫിക്കൻസിനെ പ്രതിരോധിക്കാനുള്ള മനസ്സിന്റെ വെറും അധമമായിട്ടുള്ള വ്യായാമങ്ങൾ മാത്രമാണ് ഇതെല്ലാം. ഇനി ഞാൻ അവസാനിപ്പിക്കുകയാണ്, 4 മണിക്ക് തീർക്കാം. ഈ ഭയത്തെ അതിജീവിക്കാനായി ഈ മിഥ്യകൾ സൃഷ്ടിച്ച് നാം ജീവിതത്തെ യഥാർത്ഥ ശാന്തിയുടെയും സന്തോഷത്തിന്റെയും തീരത്തിൽ നിന്ന് അപ്പുറത്തെ തീരത്തേക്ക്, മറുതീരത്ത് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. നമ്മൾ തുഴഞ്ഞു പോയിട്ട് എത്തിയിരിക്കുന്നത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും തീരത്തല്ല, അതിന്റെ മറുതീരത്താണ് എത്തിയിരിക്കുന്നത്. നമ്മൾ ഈ ഭയത്തെ പ്രതിരോധിക്കാനുള്ള നമ്മുടെ അങ്കലാപ്പിൽ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് അശാന്തിയുടെയും സന്തോഷമില്ലായ്മയുടെയും തീരത്തിലാണ് എന്നുള്ളതാണ് വാസ്തവം. അശാന്തിയുടെ തീരത്തിലെത്തിയിരിക്കുന്നു. അത് ഒരു തെറ്റായ ഡയഗ്നോസിസ് കാരണം ഒരു ഡോക്ടർ ഒരു തെറ്റായ മരുന്ന് കൊടുത്തിട്ട് സൈഡ് ഇഫക്റ്റ് വന്ന രോഗിയെ പോലെയാണ് നമ്മൾ കഴിച്ചിരിക്കുന്ന മരുന്ന് ശരിയല്ല. നമ്മളുടെ ഭയമാണ് നമ്മുടെ യഥാർത്ഥ പ്രശ്നം. നമ്മുടെ യഥാർത്ഥ വിഷയം ഭയമാണ്. പക്ഷേ ഭയം എന്നുള്ളത് അംഗീകരിക്കാതെ, നമ്മൾ ഭയത്തിന്റെ കാരണമോ ഭയത്തിന്റെ ഉറവിടമോ അംഗീകരിക്കാതെ നമ്മുടെ ഭയത്തെ പ്രതിരോധിക്കാൻ നാം മറ്റെന്തൊക്കെയോ ചെയ്ത് നമ്മൾ അശാന്തിയുടെയും അസന്തുഷ്ടിയുടെയും കൂട്ടുകാരായി മാറിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോ നമ്മൾ കാണുന്നത്. ഒരു കഥയുണ്ടല്ലോ, ഒരു നല്ലൊരു ഫ്ലവർ വൈസിനകത്തൊരു കുട്ടി അതിനകത്തൊരു മുട്ടായി കിടന്നപ്പോൾ കൊണ്ട് കൈയിട്ടു. ഞാൻ വായിച്ച കഥ കേട്ടോ. ഒരു മുട്ടായി അതിനകത്ത് കിടപ്പുണ്ട്, കൊച്ചി കൊണ്ട് കൈയിട്ടു, കൈ അങ്ങിട്ടു. അതിന്റെ വളരെ ഇടുങ്ങിയ കഴുത്താണ്. അപ്പൊ എടുക്കാൻ പറഞ്ഞിട്ട് കൈ വരുന്നില്ല, എത്ര പറഞ്ഞിട്ടും വരുന്നില്ല. നീ കൈയൊന്ന് നേരെ പതുക്കെ എടുക്ക്. ഇല്ല, കൈ വരുന്നു. ഇടാൻ സാധിച്ചു, പക്ഷെ എടുക്കാൻ സാധിക്കുന്നില്ല. അവസാനം ഫ്ലവർ വൈസ് പൊട്ടിച്ചു, നല്ല ചില്ല് ഫ്ലവർ വൈസ് പൊട്ടിച്ചപ്പോൾ കുട്ടിയുടെ കയ്യിൽ മിഠായി ഇങ്ങനെ ഇരിക്കുകയാണ്. അവന് മിഠായി ഒന്ന് വിട്ടിരുന്നുവെങ്കിൽ ഈ കൈ വളരെ ഭംഗിയായിട്ട് എടുക്കാൻ സാധിക്കുമായിരുന്നു. ഇത്രയും വിലപിടിപ്പുള്ള ക്രിസ്റ്റൽ ഫ്ലവർ വൈസ് പൊട്ടിക്കാതെ ഈ കുട്ടിയുടെ കൈ എടുക്കാൻ സാധിക്കുമായിരുന്നു. ആ കൈയിലിരുന്ന അധികം വിലയില്ലാത്ത ആ ഒരു മിഠായി തന്റെ കൈവിടാൻ പാടില്ല എന്നുള്ളൊരു ഭയം കൊണ്ട് ആ കുടുക്കിനകത്തൊക്കെ കൈയകപ്പെട്ടു പോയ കുട്ടിയെപ്പോലെയാണ് നമ്മളിൽ പലരും ജീവിക്കുന്നത്. ഈ കൊച്ചു മുട്ടായി നുണയാമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഇട്ടുപോയ കൈ പുറത്തെടുക്കാൻ സാധിക്കാത്ത അവസ്ഥ. അങ്ങനെ മിഠായിക്ക് വേണ്ടി ഫ്ലവർ വൈസ് പൊട്ടിക്കുന്നവരായി നാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വളരെ സ്മാർട്ടായിട്ട് ജീവിക്കുകയാണ്. സ്മാർട്ട് ഫോൺ, സ്മാർട്ട് ഗ്ലാസ്, എല്ലാം സ്മാർട്ടാണ്. ഈ സ്മാർട്ടിന് ഞാനിങ്ങനെ ട്രെയിനിലിരുന്നപ്പോൾ ഒരു അക്രോണിം, ഇതിന്റെ എക്സ്പാൻഷൻ എന്തായിരിക്കും സ്മാർട്ട്? എനിക്ക് തോന്നിയത് ഷോർട്ട് കട്ട് ടു മാഡ്, അറഗന്റ്, റിസ്കി ടൈംസ് എന്നുള്ളതാണ്. മാഡ് ആൻഡ് അറഗന്റ് ആൻഡ് റിസ്കി ആയിട്ട് ആളുകൾ ജീവിക്കുകയാണ്. അതാണ് ഈ പറഞ്ഞ സ്മാർട്ട് എന്നുള്ളതിന്റെ അർത്ഥം. നിസ്സാരതകൾക്ക് നാം കീഴടങ്ങി കഴിഞ്ഞിരിക്കുന്നു.
ലൗകികവും താൽക്കാലികവുമായിട്ടുള്ള നേട്ടങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകിയ ഒരു സമൂഹമായി നമ്മൾ മാറിയിരിക്കുന്നു. നാം നമ്മളെ മാത്രം കാണാൻ ശീലിച്ചിരിക്കുന്നു. നമ്മുടെ കണ്ണാടിയിൽ വേറെ ആരുടെയും പ്രതിബിംബങ്ങൾ പതിയുന്നില്ല. നമ്മളുടെ മാത്രം പ്രതിബിംബങ്ങൾ, നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന, നമ്മളുടെ ഭയങ്ങളെ പ്രതിരോധിക്കാനായി രാപ്പകൽ മിഥ്യാസങ്കല്പങ്ങൾ തീർക്കുന്ന, ഈ മിഠായി കൈവിടാൻ മടിച്ച് അവസാനം ഫ്ലവർ വേസ് തന്നെ പൊട്ടിക്കേണ്ടി വരുന്ന കുട്ടിയെപ്പോലെ ആയിത്തീർന്നിരിക്കുന്ന ഒരു സമൂഹമായതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ അഴിമതി പെരുകുന്നത്, നമ്മുടെ സമൂഹത്തിൽ അസഹിഷ്ണുത പെരുകുന്നത്, നമ്മുടെ സമൂഹത്തിൽ വയലൻസ് പെരുകുന്നതും ഒക്കെ തന്നെ ഈ ഒരു ആത്യന്തികമായിട്ടുള്ള ഭയങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ഇല്ലാത്തതുകൊണ്ടാണ്. ചുറ്റും നോക്കിയാൽ നമ്മൾ അഹന്ത കാണാം, സ്വാർത്ഥ വിചാരം കാണാം, പണക്കൊതി കാണാം. മറ്റൊന്നും പ്രധാനമല്ല, ഇത് മാത്രമാണ് പ്രധാനമെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് സ്നേഹത്തിനും സഹാനുഭൂതിക്കും സഹനത്തിനും കാരുണ്യത്തിനും വിനയത്തിനും ഒന്നും ഇല്ലാത്ത ഒരു സമൂഹമായി നമ്മൾ മാറിയത്. അതുകൊണ്ടാണ് ഗേറ്റ് തുറക്കാൻ 5 മിനിറ്റ് താമസിച്ചാൽ ഒരു ഗേറ്റ് കീപ്പറെ കാറിടിച്ചു കൊന്നുകളയാം എന്ന് നമുക്ക് വിചാരം വരുന്നത്. എന്തുകൊണ്ടെന്നാൽ നമുക്ക് അഹന്തയും അന്ധതയും കൊണ്ട് നമ്മുടെ സാത്വിക വിചാരങ്ങൾ, ആത്മീയ വിചാരങ്ങൾ കൊണ്ട് ഉണ്ടാകേണ്ട സഹനവും കരുണയും സഹാനുഭൂതിയും ഉണ്ടാകേണ്ടിടത്ത് അഹന്തയും അന്ധതയും കൊടികുത്തു വാഴുമ്പോൾ ഇതൊക്കെ നമ്മുടെ സമൂഹത്തെ ഗ്രസിക്കും. ആ 3 തിരിച്ചറിവുകൾ കൊണ്ട് നമുക്കിതിനെ പ്രതിരോധിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന് ജീവിതത്തിന്റെ പാരസ്പര്യം, അല്ലെങ്കിൽ ദ വെബ് ഓഫ് ലൈഫ്. ഒരു വ്യക്തിയും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളല്ല. നമ്മളെല്ലാം ഒരു സമൂഹത്തിന്റെ ജൈവ ശൃംഖലയുടെ കണ്ണികളാണ് എന്ന് തിരിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ ആത്മീയത എന്നെനിക്ക് തോന്നുന്നു. നമ്മളിവിടെ അനുസ്മരിക്കുന്ന മെത്രോപൊലീത്ത തിരുമേനി എന്തുകൊണ്ടാണ് ആദിവാസികളെപ്പറ്റിയും ഏറ്റവും ദരിദ്രരായ കുട്ടികളെപ്പറ്റിയും ഒക്കെ ചിന്തിച്ചതെന്ന് നോക്കിയാൽ എന്റെ സഭയിലുള്ളവരാണോ അല്ലയോ എന്നുള്ളതല്ല, സകല മനുഷ്യരുമായി ഞാൻ ബന്ധപ്പെട്ടിരിക്കുന്നു. മനുഷ്യ ശൃംഖല, ഈ ജീവന്റെ ശൃംഖലയിലെ ഒരു കണ്ണിയായി ഞാൻ ഇവരോടെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു. എവിടെ ഒരു ദുഃഖമുണ്ടായാലും അത് എന്റെയും ദുഃഖമാണ്, എവിടെ ഒരു വറുതിയുണ്ടായാലും അത് എന്റെയും കൂടി വറുതിയാണ് എന്ന് ചിന്തിക്കുവാനുള്ള ആത്മീയമായ ഔന്നത്യത്തിലേക്ക് ഉയരുന്നത് കൊണ്ടാണ് ആ പ്രവർത്തനങ്ങൾക്ക് ഈ ചാരുത ഉണ്ടാകുന്നത്. അപ്പോൾ ജീവിതത്തിന്റെ ഒരു വെബ് ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ പാരസ്പര്യവും ഈ ശൃംഖലത്വവും നമ്മൾ അംഗീകരിക്കുവാൻ സാധിക്കുമെങ്കിൽ അത് നമ്മൾ നേരത്തെ കാണിച്ച ഈ ഭയത്തെ പ്രതിരോധിക്കുവാനുള്ള ബദ്ധപ്പാടുകളിൽ നമ്മുടെ ജീവിതത്തെ നേരായ വഴിക്ക് നയിക്കുവാൻ നമുക്ക് സാധിക്കും. അപരൻ എന്നൊരാൾ, മറ്റൊരാള്, അയാൾ എന്നെപ്പോലെ തന്നെ പ്രധാനിയാണ്, അഥവാ എനിക്ക് ഉള്ള പ്രാധാന്യവും അയാൾക്കുമുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾ മാറിക്കിട്ടും. ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഞാൻ അങ്ങോട്ട് ദീർഘിപ്പിക്കുന്നില്ല. പക്ഷെ ഞാൻ മാത്രമാണ് പ്രധാനമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ പ്രശ്നങ്ങളുടെ കാരകനായി തീരുകയാണ്. ഞാൻ മാത്രമാണ് പ്രധാനം, എവരിബഡി ഈസ് ഇൻസിഗ്നിഫിക്കന്റ്, അവരെല്ലാം എനിക്കുള്ളൊരു ഉപകരണങ്ങൾ മാത്രമാണ് എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ശരിക്കും വിചാരിക്കേണ്ടത് മൂന്നാമത്തെ കാര്യം എന്താണ്? ഞാൻ തന്നെ ഒരു ഉപകരണമാണ്, ഞാൻ ദൈവത്തിന്റെ ഉപകരണമാണ്, ഐ ആം ദ ഇൻസ്ട്രുമെന്റ് ഓഫ് ഗോഡ് എന്ന് വിചാരിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അഹന്തയോടുകൂടി നമുക്ക് ദൈവത്തിന്റെ ഉപകരണമായി തീരാൻ സാധ്യമല്ല. അന്ധതയോടുകൂടി നമുക്ക് ദൈവത്തിന്റെ ഉപകരണമായി മാറാൻ സാധ്യമല്ല. മിഥ്യാവിചാരങ്ങളോടുകൂടി, ഭയത്തോടുകൂടി നമ്മൾ ദൈവത്തിന്റെ ഉപകരണമായി മാറുന്നില്ല. കാരണം ഞാൻ ദൈവത്തിനാൽ സംരക്ഷിതനായിരിക്കുന്നു എന്നുള്ള വിചാരത്തോടുകൂടി, വിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായി മനുഷ്യ സഹജമായിട്ടുള്ള സ്നേഹവും കാരുണ്യവും നമ്മുടെ പ്രവർത്തനങ്ങളെ ചൈതന്യഭരിതമാക്കുകയും നമ്മൾ ഈ മനുഷ്യ സമൂഹത്തിൽ, ജീവസമൂഹത്തിലെ ഒരു കണികയാണ് എന്ന് വിചാരിക്കുകയും അങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഒരു പുതിയ കാരുണ്യവും ഒരു പുതിയ ചാരുതയും ഒരു പുതിയ ഭംഗിയും ഒരു പുതിയ ആത്മീയ പ്രകാശവും ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ അനുസ്മരിക്കുന്ന ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിയൊക്കെ ജീവിതത്തിൽ അനശ്വരനായി പ്രശോഭിക്കുന്നത് ഈ ഒരു തിരിച്ചറിവിൽ നിന്നാണ്. ആ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഒരു പരിധിവരെ പകർത്താൻ നമുക്ക് സാധിക്കുമെങ്കിൽ ആ മഹിതമായിട്ടുള്ള സ്മരണയോട് നമ്മൾ നീതി പുലർത്തി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ ഒരു സായാഹ്നത്തിൽ, ഈ ഒരു അങ്ങേയറ്റം അനുഗ്രഹീതമായിട്ടുള്ള ഈ ദേവാലയത്തിൽ വന്നു നിന്നുകൊണ്ട് ഒരു അനുഗ്രഹീതനായ ആത്മാവിനെക്കുറിച്ച് ഇത്രയും സംസാരിക്കുവാൻ, അത് നമ്മുടെ ജീവിതത്തിന്റെ സമകാലികമായിട്ടുള്ള പ്രശ്നങ്ങളോട് ബന്ധപ്പെടുത്തി സംസാരിക്കുവാൻ എനിക്ക് ഇങ്ങനൊരു അവസരം കിട്ടിയത് ദൈവാനുഗ്രഹമായി ഞാൻ കാണുന്നു. അതിനോട് നീതി പുലർത്താൻ സാധിച്ചോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിൽ പോലും എന്നാലാവും വിധം ആ ഒരു വിഷയത്തോട് നീതി പുലർത്തി ഏതാനും കാര്യങ്ങൾ നിങ്ങളോട് പങ്കിടാൻ സാധിച്ചതിനുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ചൈതന്യഭരിതമായിട്ടുള്ള ആത്മാവുകൾ നമ്മളെ ജീവിതത്തിൽ മുന്നോട്ട് വെളിച്ചത്തിന്റെ പാതയിലൂടെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അവസരം തന്നതിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.